വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം, ദേഷ്യം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. 40 ഡിഗ്രിയിലേക്ക് കുതിക്കുന്ന വേനൽ ചൂടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ടി സിദ്ദിഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ കുറച്ചു വൈകിയെങ്കിലും ഊർജ്ജസ്വലരായ പ്രവർത്തകരുടെ കമ്പടിയോടെ സിദ്ദിഖ് കുന്നമംഗലം മണ്ഡലത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. ലീഗുമായുണ്ടായ ധാരണയുടെ ഫലമായാണ് കുന്നമംഗലം നിയോജക മണ്ഡലം കോൺഗ്രസിന് ലഭിച്ചത്. സീറ്റിനെ ചൊല്ലി കുന്നമംഗലത്തെ പ്രാദേശിക ലീഗിൽ നിന്നും മുറുമുറുപ്പ് ഉണ്ടായെങ്കിലും പ്രശ്നം രമ്യമായി പരിഹരിച്ചതോടെ കുന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ലീഗ് നേതാക്കന്മാരും പ്രവർത്തകരും സജീവമായി സിദ്ദിഖിനൊപ്പം പ്രചാരണത്തിനിറങ്ങിയിട്ടുണ്ട്. കുന്നമംഗലം മണ്ഡലത്തിലെ പെരുമണ്ണ, പന്നീർകുളം, തുവക്കോട്ട് വീട്ടിൽ കാസിം നബീസ ദമ്പതികളുടെ മകനാണ് നിയമബിരുദധാരിയായ സിദ്ദിഖ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്ന നിലയിലും സിദ്ദിഖ് പ്രശസ്തനാണ്. മണ്ഡലത്തിലെ പൈങ്ങോട്ടുകുളം, ചേരിഞ്ചാൽ, കൊളായിത്താഴം, കാരന്തൂർ, കുന്നമംഗലം മേഖലകളിലാണ് സിദ്ദിഖ് പ്രചരണത്തിനിറങ്ങിയത്. കോൺഗ്രസിന് സ്വാധീനമുള്ള കൊളായിത്താഴം, കാരന്തൂർ പ്രദേശങ്ങളിലെ ജനങ്ങൾ ആവേശത്തോടെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന വാഗ്ദാനവും സ്നേഹപ്രകടനങ്ങളുമായി സിദ്ദിഖ് കാരന്തൂർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. DCC സെക്രട്ടറി അബ്ദുറഹ്മാൻ ഇടക്കുനി, ഖാലിദ് കിളിമുണ്ട, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത്, MP അശോകൻ, O ഹുസൈൻ, KP കോയ, വിനോദ് പടനിലം, അഡ്വക്കേറ്റ് ഷമീർ എന്നിങ്ങനെ ഒട്ടേറെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ സിദ്ദിഖിനെ അനുഗമിച്ചു. UDF നിന്നും LDF പിടിച്ചെടുത്തതാണ് കുന്നമംഗലം നിയോജക മണ്ഡലം. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ 2000 വോട്ടുകൾ മറിഞ്ഞാൽ ഫലം മാറുന്ന മണ്ഡലം എന്നതുകൊണ്ട് തന്നെ വിജയത്തിനായി കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് സിദ്ദിഖ്. നിർണായക സ്വാധീനമുള്ള കാന്തപുരം AP വിഭാഗം ഇതുവരെ നയം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും തീരുമാനങ്ങൾ നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞുവെന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ലാൽ, കുന്നമംഗലം, സ്പൈഡർനെറ്റ് ന്യൂസ്.